ഓടിയതല്ലോ സാർ, എന്നിട്ട് ഓടിക്കണതല്ലേ? ഓടിക്കണോ സാറേ ഓടുന്നു. നിനക്കൊരു കാര്യം അറിയോ? നിങ്ങളെല്ലാം കേൾക്കണം. ഞാനേ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റിന് പോലും ഓടാത്തൊരു മനുഷ്യനാ, അറിയോ? എന്നിട്ട് പിന്നെ സാറിന് എങ്ങനെയാണ് ജോലി കിട്ടിയത്? എങ്ങനെയാണ്? എന്റെ അച്ഛൻ മരിച്ച കോട്ട കിട്ടിയ ജോലി ചെയ്തു. അത് ഏത് കോട്ടയാണ്? അത് തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ട, അറിയോ? സാർ പോയി സാർ, ചുമ്മാ കയറി ഇടപെടേട്ടാ. ഓഹോ, അപ്പൊ അതാണ് നിന്റെ പ്ലാൻ. നിന്റെ സങ്കേതത്തിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നേക്കണല്ല. ഏത് ഇതോ? എന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചിട്ട് ആ ധൈര്യത്തിലല്ലേ നീ കിടന്ന് പൊളക്കണത്? ഏത് ഈ ശാന്ത മത്സരമാണോ? എന്റെ ശാന്ത മത്സരക്കാത്ത നിസാരക്കാരല്ലെന്ന് എനിക്കറിയാം കേട്ടോ. ആകാശേ, പിറവൻ ജംഗ്ഷനിൽ വെച്ച് ഹെൽമെറ്റ് ഇല്ലാതെ വന്നപ്പോ ഞാൻ പിടിച്ചതാ. പിന്നെ വിട്ടാനാന്നറിയാവോ? ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് വന്ന വീഡിയോ ഇവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇനിയാണ് സമ്മതിക്കത്തില്ല. ഇത്രയും പൂവും ഈ പൂവാണ് വിഷയം. ഇത്രയും പൂവല്ല സാറേ ഞാൻ പറിച്ചെടുത്തല്ലോ. എടാ, നീ ഒരു പവൻ സ്വർണ്ണവും കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ടെൻഷൻ പിടിക്കില്ലായിരുന്നു. ഇത്ര പൂവായിട്ട് പോയ സ്വർണ്ണത്തേക്കാ വില ഉണ്ടായി. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഞാൻ. സാർ ഇവിടെ ആളുകളൊന്നും എനിക്കൊരു പ്രശ്നമില്ല. സാർ ഇവിടെ ഗസ്റ്റ് സാർ അങ്ങോട്ട് നോക്കി. ഞാനെന്തിനു നോക്കാം? ഇവിടെ സെലിബ്രിറ്റികളുണ്ട്. സാർ നോക്ക്. അയ്യോ സാറേ, ആരുടെ ഇരിക്കണത്? ഏതാ സാറേ? സ്റ്റേജില് ഉർവശേച്ചിനെ കാണാൻ വേണ്ടി ഞാൻ തിരക്കി നടക്കുമായിരുന്നു. ഉർവശേച്ചി എന്നെ ഒന്ന് ശപിക്കണം. ഉർവശി ശാപ ഉപകാരം എന്നാണല്ലോ. നല്ല ഉപകാരം ഉണ്ടായി. ഞാൻ SI മാറി DIG ആയാൽ പിന്നെ വലിയൊക്കെ പറയുന്നുണ്ടോ, ഇരുന്ന് ഓർഡർ ഇട്ടാ പോരേ. എന്റെ ചേട്ടാ വിചാരം അവിടെ നിന്ന് ചിരിക്കാണ്ട് ഇതിനൊരു തീരുമാനം. ഞാൻ ഇച്ചിരി പൂ മോട്ട് ഈ പുള്ളി വിഷയം ഉണ്ടാക്കണം. വിജയൻ അറിയോ, ഞാൻ ഒരു നേരത്തെ പൂവിന് വകയില്ലാത്ത വീട്ടിൽ ജനിച്ച ആളാണ്. അല്ല, സാധാരണ നമ്മള് ഒരു നേരത്തെ കഞ്ഞിയില്ലാത്ത വീട്ടിൽ ജനിച്ചെന്ന് പറയാം. വിഷുവിന് പൂവല്ലേ മെയിൻ. ഇത് എന്താ ആവശ്യമില്ലാത്ത ലോജിക്കും പിടിച്ചോണ്ട് വരും. വിഷു അറിയോ? ഞാൻ 4 വർഷമായി വിഷു എന്താണെന്ന് അറിഞ്ഞിട്ട്. അതെന്താണ് നിങ്ങളുടെ വീട്ടില് കലണ്ടർ ഇല്ലേ? കലണ്ടർ ഇല്ലാത്തോണ്ടല്ല, തലേദിവസം സാധനം അടിച്ചു കയറ്റിട്ട് ബോധമില്ലാണ്ട് കിടന്നാ പിന്നെ എങ്ങനെയാണ് വിഷു എങ്ങനെയാണ് അറിയണത്? മനസ്സിലാക്കണം. എന്റെ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരു കണിക്കൊന്ന നിപ്പുണ്ട്. എന്റെ ക്യാബിൻ തുറന്നിട്ട് ആ ജനല് മാറ്റി കച്ചമുക്കി നോക്കി കഴിഞ്ഞാൽ എനിക്ക് കണിക്കൊന്ന കാണാൻ പറ്റും. എല്ലാ വർഷവും വിഷുവിന്റെ തലേദിവസം വന്ന് ഇവൻ കണിക്കൊന്ന അടിച്ചിട്ട് പോകും. നിങ്ങളൊക്കെ കണി കണ്ടല്ലേ ഉണരുന്നത്? ഞാൻ ചമ്മിയാണ് ഉണരുന്നത്. ഇവന് കണിക്കൊന്ന പറിച്ചിട്ട് പോകും. പിന്നെ ഞാനിങ്ങനെ കണി കാണും. അല്ല, കുറച്ച് പൂവിന്റെ കാര്യമല്ലേ വിട്ടുകള സാറേ? എനിക്കറിയാം. ടൈലർ മണി ഇവന്റെ കൂടെ നിൽക്കുള്ളെന്ന് എനിക്കറിയാം. നിനക്കറിയാൻ പറ്റില്ലേ? ഇയാളെ എനിക്കറിയാം. ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ട് ആ ബ്ലൗസെ പിടിച്ച് കയറി ഒരു കാറിനേരെ 5 ബാറ്റർ ടോർച്ച് അടിച്ചു പിടിച്ച ആളെ നിന്റെ കൂടെ നിൽക്കുള്ളൂ. മണി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സേതുരാമയ്യയുടെ സ്ഥാനത്ത് ഞാനാണ് കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ 3ാമത്തെ സീനിൽ തന്നെ പിടിച്ചകത്തിട്ടേ. അപ്പൊ സിനിമ മുന്നോട്ട് പോകണ്ടേ സാറേ? സിനിമ എനിക്കൊരു വിഷയമല്ല. ഞാൻ കേസ് ഏറ്റെടുത്താൽ പിന്നെ കേസിന്റെ വഴിക്ക് പോകും. ഇതുപോലുള്ള കേസുകൾ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സ്റ്റേഷന്റെ അതിർത്തി കയറി ഞാൻ പൂ പറിച്ചിട്ട് പുള്ളി അത് അതാണ് പുള്ളി പൂ പറിക്കുന്ന ലാഘവത്തോടെ. നീ അങ്ങനെ എന്നെ കൊച്ചാക്കി കളിയാക്കല്ലേ. എടാ, 100 കണക്കിന് കൊലപാതകം നടക്കുന്ന സ്ഥലത്തേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുന്ന ഒരു SI ആണ് ഞാൻ. അല്ല സാറ് അങ്ങനെ പറയണ്ട. അത് ഞാനും പോകാറുണ്ട്. അങ്ങനെ ഞായറാഴ്ച വരെ ചിക്കൻ കടയിൽ. ചിക്കൻ കട അവിടെ 100 വെട്ടി വീഴ്ത്തൂലോ. പ്ലാൻ ചെയ്തെന്നെ തടുക്കാനുള്ള പ്ലാനാണ്. മോനെ, ഇവനെ ഞാൻ അകത്താക്കും. എടാ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഒരുപാട് പ്രമാദമായ കേസുകൾ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. വിശ്വവിഖ്യാതമായ മൂക്ക്. അത് ബഷീറിന്റെ മാത്രം മൂക്കുള്ള സാറേ? നീ കണ്ടവനൊക്കെ മൂക്കെ പിടിക്കണം. എന്തിനാ മൂക്കിന്റെ കേസ് എടുത്ത്? ഒരുപാട് മൂക്കല്ലേ. എന്റെ സ്വഭാവം ശരിയല്ല. ആരാണ് മൂപ്പിച്ചത്? അല്ലല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഈ ഫ്ലോറിലോട്ട് കയറിയത്? ഈ ചാനലിന്റെ പേരെന്താണ്? ഫ്ലവേഴ്സ്. പിന്നെ ഫ്ലവറുമായിട്ട് ഞാൻ പിന്നെ 24 ചെന്ന് കയറാൻ പറ്റുമോ? ഇതുപോലെ ഉടായ്പ ലോജിക്കാൻ പറയൂ. പൂവിന്റെ സംഭവം തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. നിന്നെ ഇടിച്ച് ഞാൻ കൂട്ടിഞ്ഞു. സാറേ, ഈ പൂ ഞാൻ തന്ന വിഷയമല്ല. നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് നിനക്ക് എന്നെ തല്ലണം എന്നുള്ള. എനിക്ക് പോലീസുകാരെ ഞാൻ അങ്ങനെ തല്ലിയില്ല സാറേ. അല്ല, നീ തല്ലടാ. അല്ല സാറേ, ഞാൻ യൂണിഫോമിൽ യൂണിഫോം ഒന്നും എനിക്കൊരു വിഷയമല്ല. നീ തല്ലിട്ട് പോയാൽ മതി. ഇല്ല, ഞാൻ യൂണിഫോം. വേണ്ട സാറേ, അത് മോശമാണ്. പേര് ഇവിടെ കണ്ടിരിക്കുക. ഇനി നീ എന്നെ വെല്ലു വിളിച്ചിട്ട് നീ എന്നെ തല്ലിട്ട് അടിച്ചിട്ട് പോയാൽ മതി. ഇപ്പൊ പറയും പിന്നെ വിഷയം. ഒരു വിഷയമില്ല. ഞാനിത് ഇന്ന് 2 അറിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. പൊറോക്കെ ഇടിച്ചിട്ട് ഇഡലി തട്ട് പോലെ ആക്കിയല്ലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സോറി, ഇത് വിഷുവാണ്. വിഷുവാണോ? എന്താ പിന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. അതെ, പിന്നെ ഞാൻ കോട്ടക്കൽ വരെ ഒന്ന് പോകുക. എന്തിനാ? അവിടെ ഒരു കേസ് ഒന്ന് തിരുമിക്കാനുണ്ട്. കേസ് തിരുമിക്കാനോ? ഒരു കേസ് തെളിയിക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. പെട്ടെന്നല്ലേ ഞാൻ പറഞ്ഞില്ല സാറേ, ഇത് ഏരിയ വേറെ അന്ന് സാറിന് പറഞ്ഞില്ല. സാർ അന്നേരം മനസ്സിലായില്ലോ. ഒരു സന്തോഷം ചേച്ചി. എന്റെ വക
താങ്ക് യു താങ്ക് ഓ, യു. ആ. വളരെ സന്തോഷം. എന്തായിരുന്നാലും ആ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതെ വളരെ സ്നേഹത്തോടെ തരുന്ന ഈ പൂ തരാൻ ആദ്യത്തെ തോന്നി. അതെ അതെ വിഷു വളരെ സന്തോഷം കേട്ടോ. സന്തോഷമൊക്കെ ഒരു 500 രൂപ വെച്ച് രണ്ടുപേരും എടുത്തേ 500 രൂപ വെച്ച് രണ്ടുപേരും എടുക്ക്. അല്ല അത് പറഞ്ഞപ്പോ സാർ എന്നെ അങ്ങോട്ട് നോക്കണം സാറേ ഒരു 500 രൂപ എടുക്കും സാർ ഇത് ഇത് അപ്പൊ പുള്ളി വായി നാക്കില്ല. ഇല്ല ശരിയാണ്ട കാണിക്കൊന്നും കിട്ടാൻ ആ 500 രൂപ എടുക്കും സാറേ. അല്ല പൈസ ഉണ്ടോ ഇല്ലയോ അത് പറ ആദ്യം. ഇത് അഴിച്ച് തന്നാ മതിയോ? അതുപോലെ എനിക്ക് 500 രൂപ കിട്ടണം. എനിക്ക് മുക്കുകൊണ്ടം വേണ്ട. ബുക്ക് കൊണ്ട് വല്ല നല്ലതോ? 500 രൂപ വെച്ചുണ്ടോ? ഒരു കാര്യം ചെയ്യേ, ആ ഞങ്ങളുടെ സ്നേഹമായിട്ട് കണക്കാക്കി ഈ പൂവ് കൊണ്ടുപോയി. അതാണ് അപ്പൊ ഓസിന് വേണം. അതാണ് മെയിൻ പരിപാടി. വയറ്റിലെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് ഒരു വെട്ട് പൂ വിൽക്കാം. വേണോ 500 രൂപ എടുക്കാനുണ്ടോ? വേണ്ട വേണ്ട 1000 രൂപ ആ ഇല്ല ഈ ഓസ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ദേ പിടിച്ച ഒരു കെട്ട് പൂവിന് 1000 രൂപ. ഒരു കെട്ട് പൂവിന് 1000 രൂപ. ഒരു കെട്ട് പൂ എടുക്കുന്നുണ്ടോ? വേണ്ട 10 പൈസ മുടക്കണ പരിപാടിയില്ല. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹാപ്പി വിഷു.